ശ്രീനാഥിന്റെ കൈകൾ ആ രൂപത്തിന്റെ പിൻകഴുത്തിലേക്ക് നീണ്ടു. രാധികയിൽ നിന്ന് ആ രൂപത്തെ വലിച്ചെടുത്ത് നിലത്തേക്കിട്ട് പിൻകഴുത്തിൽ ചവിട്ടിപ്പിടിച്ചു. വേദനയിൽ ആ രൂപം അലറിക്കരഞ്ഞത് കേട്ട് എല്ലാവരും പേടിച്ചു. വേണ്ട മഹേന്ദ്ര, എന്റെ കുട്ടികളെ വെറുതെ വിടുക. പക നമ്മൾ തമ്മിലാണ്. വൈശാഖൻ ഒന്നുകൂടെ മഹേന്ദ്രന്റെ കഴുത്തിൽ കാലുകൾ അമർത്തി. എനിക്കെന്റെ നീലിമയെ വേണം വൈശാഖ, അവളെ കൊണ്ടേ ഞാൻ പോകൂ. ഇല്ലടാ, അതിന് ഞാൻ സമ്മതിക്കില്ല. അറിയാലോ നിനക്കെന്നെ. പെട്ടെന്ന് മഹേന്ദ്രൻ കറുത്ത പുകയായി ഉയർന്നുപോയി. രാധു. ശ്രീനാഥ് രാധികയെ കൈകളിൽ കോരിയെടുത്തു. ചായ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ ചവിട്ടിത്തുറന്നു. രാധികയെ എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് വലിയടത്ത് നിന്നുള്ളവർ വന്നത്. എന്താ എന്റെ മോൾക്ക്? ജയ ഓടി വന്നു. ശ്രീനാഥ് രാധികയെ ലച്ചുവിന്റെ റൂമിൽ കിടത്തി. രാധു, രാധു. ശ്രീനാഥ് രാധികയുടെ മുഖത്ത് തട്ടി വിളിച്ചു. എന്താ എന്റെ മോൾക്ക്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? രഘു ഉറക്കെ ചോദിച്ചു. സഹദേവൻ നടന്നതെല്ലാം പറഞ്ഞു. രാധിക കണ്ണുകൾ തുറന്നു. എന്താ ഉണ്ടായത് രാധു? ശ്രീനാഥ് ചോദിച്ചു. എന്തുണ്ടാവാൻ? പഴയ ശത്രുതയുടെ പേരിൽ രാധികയെ കൊല്ലാൻ നോക്കി കാണും നിങ്ങൾ, കാശി പറഞ്ഞു. ശ്രീനാഥ് അതിന് ചെവി കൊടുത്തില്ല. എന്താ ഉണ്ടായത് രാധു? ഞാൻ വെള്ളം കുടിക്കാൻ പോയത് അടുക്കളയിലേക്ക്. പെട്ടെന്ന് എല്ലായിടത്തും തീ പടർന്നു. എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോ ആ രൂപം. ശ്രീനാഥ് എല്ലാവരെയും നോക്കി. അധികം സംസാരിക്കണ്ട, റെസ്റ്റ് എടുക്ക്, അരുൺ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇനി ഇവിടെ നീ റെസ്റ്റ് എടുക്കണ്ട. നീ പോരെ ഞങ്ങളുടെ ഒപ്പം. നീ ഇനി ഇവിടെ നിന്നാ നിന്റെ മരണമാകും ഞങ്ങൾ കേൾക്കുന്നത്. കാശി ശ്രീനാഥിനെ നോക്കി. കാശി. രഘു കാശിയെ നോക്കി. എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ എന്താ ഞാൻ പറഞ്ഞേ തെറ്റ്? ആദ്യ ആക്സിഡന്റ്, ഇപ്പൊ ഇതാ ഇങ്ങനെ. ഇവരിവളെ കൊല്ലും. പക വീട്ടാനാവും ഇവൻ രാധികയെ കെട്ടിയത്. മതി ഇവിടെ നിന്നത്. കാശി രാധികയുടെ കൈ പിടിച്ചു. ശ്രീനാഥ് കാശിയുടെ കൈ രാധികയിൽ നിന്ന് വേർപെടുത്തി. അന്ന് ഈ മനക്കലെ മുറ്റത്ത് വെച്ച് നീ ഇവളെ എന്റെ മുമ്പിൽ വെച്ച് തല്ലിയപ്പോ ഞാൻ മിണ്ടാതിരുന്നത് ഇവളിൽ അന്ന് എനിക്കൊരവകാശവും ഇല്ലായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇവൾ ഇവിടെ നിൽക്കും. ഇവളുടെ അച്ഛന് പോലും ഞാൻ കഴിഞ്ഞ ഇവളിൽ അവകാശമുള്ളൂ. അതുകൊണ്ട് അധികാരം കാണിക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട നീ. രാധു, നീ ഞങ്ങളുടെ ഒപ്പം ഇപ്പൊ വരണം വലിയടത്തേക്ക്. കാശി രാധികയെ നോക്കി. എന്തിന്? ഞാൻ ഇവിടെ സേഫല്ലെന്ന് കരുതിയിട്ടാണോ കാശിയേട്ടാ ഞാൻ വലിയടത്തേക്ക് വരണമെന്ന് പറഞ്ഞേ? ഞാൻ ശ്രീയേട്ടന്റെ അടുത്താണ് ഏറ്റവും സേഫ്. അത് കാശിയേട്ടനും അറിയില്ലേ? പിന്നെന്തിനാ ഞാൻ അവിടേക്ക് വരുന്നേ? ഒരു പെണ്ണ് ഏറ്റവും സേഫായിരിക്കുക അവളുടെ ഭർത്താവിന്റെ അടുത്താണ്. ഞാൻ എങ്ങോട്ടും ഇല്ല. ആ തീയിലേക്ക് വന്ന് എന്നെ രക്ഷിച്ചത് എന്റെ ശ്രീയേട്ടനാ. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് പേടിക്കണ്ട. എവിടത്തേക്കാളും ആരെക്കാളും ഞാനിവിടെ സേഫാണ്, എന്റെ ശ്രീയേട്ടന്റെ അടുത്ത്. എന്റെ ശ്രീയേട്ടനുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. രാധിക ശ്രീയുടെ കൈ മുറുകെ പിടിച്ചു. ശ്രീനാഥ് രാധികയെ നോക്കി ചിരിച്ചു. അത് മോള് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. രഘു ശ്രീനാഥിനെ നോക്കി പറഞ്ഞു. മോളെ ഏറ്റവും സുരക്ഷിതമായിടത്തേക്കാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. ശ്രീകുട്ടാ, ഇങ്ങോട്ട് വന്നേ. സഹദേവൻ ശ്രീനാഥിനെ പുറത്തേക്ക് വിളിച്ചു. എന്താ അച്ഛാ? ശ്രീനാഥ് പുറത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് സഹദേവനൊപ്പം രഘുവും ഉണ്ടായിരുന്നു. മോനെ, എന്താ ഇതൊക്കെ? സഹദേവൻ ചോദിച്ചു. അതന്നെ, എപ്പോഴും പ്രശ്നങ്ങൾ. എന്നാ കുട്ടികളെ, നിങ്ങളൊന്ന് സമാധാനത്തോടെ ജീവിക്കുക. രഘു ശ്രീനാഥിന്റെ കൈപിടിച്ചു. അറിയില്ല, ഒരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ദിവസം അനുഭവിക്കുന്നത് നെരിപ്പോട് ജീവിക്കാൻ, ഞാൻ കൂടെയുള്ളവർ എരിഞ്ഞു തീരാതിരിക്കാൻ. ഈ കാലത്ത് ആത്മാവ് പ്രേതം എന്നൊക്കെ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? എനിക്ക് ഭ്രാന്താന്ന് പറയും. പക്ഷേ നേരിട്ട് കണ്ട അരുണും സച്ചിയോ, അവർക്കും ഭ്രാന്താണോ? 3-4 ആത്മാക്കളാണ് ഞങ്ങൾക്ക് ചുറ്റും. ഗൗരി, വൈശാഖൻ, നീലിമ, മഹേന്ദ്രൻ, ഇവർക്കൊക്കെ വേണ്ടത് എന്നെയും രാധികയും. എങ്ങനെ ഇവർക്ക് ഞങ്ങളെ വീതിച്ചു കൊടുക്കുക? മോനെ, രഘു വിളിച്ചു. അച്ഛൻ വന്ന് എല്ലാം പറഞ്ഞതുകൊണ്ടുകൂടിയാ ഞാൻ രാധികയെ വിവാഹം കഴിച്ചത്. ഒപ്പം എന്റെ സ്വാർത്ഥതയും. ഇപ്പോ ഒന്നും എന്റെ കൈപ്പിടിയിലല്ല. ഞാനെല്ലാം അതിന്റെ വഴിക്ക് വിട്ടിരിക്കുക. പക്ഷേ ഒന്നുറപ്പു തരാം,
മരിക്കുകയാണെങ്കിൽ കൂടി ഞാനും രാധുവിനൊപ്പം ഉണ്ടാവും. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. നാളെ തന്നെ ഞാനും രഘുവും മുഴുവന്നൂർക്ക് പോവാ. നല്ലൊരു വാർത്തയ്ക്കായി ഞാൻ കാത്തിരിക്കാച്ചാ. എന്താ ശ്രീയേട്ട ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ട്. എന്നോട് പറയേ. അല്ലാതിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാ എനിക്ക് സങ്കടം വരൂട്ടോ. ഒന്നുമില്ല രാധികെ. ശ്രീക്ക് ദേഷ്യം വന്നു. ഇശേടാ, എന്താ ഇപ്പോ എന്റെ ഡോക്ടർക്ക് പറ്റിയത്? മിസ്റ്റർ ശ്രീനാഥ് തമ്പി എന്നോടെന്തോ മറയ്ക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അല്ലേലും നമുക്ക് 2ാം സ്ഥാനമല്ലേ. നീ ഇത്ര സ്വസ്ഥത തരുവോ? നിന്നോടല്ലേ പറഞ്ഞേ എനിക്കൊന്നും ഇല്ലെന്ന്. മൈൻഡ് ഒന്ന് സെറ്റാവാൻ എവിടെയെങ്കിലും ഒന്ന് കുറച്ചുനേരം സ്വസ്ഥതയോടെ ഇരിക്കാമെന്ന് വെച്ചപ്പോ അതിനെ സമ്മതിക്കില്ല നാശം പിടിക്കാൻ. നിന്നെ എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ എന്റെ ശനി. ശ്രീനാഥ് ഇറങ്ങിപ്പോയി. രാധിക ഒന്നും മനസ്സിലാകാതെ ഭയപ്പെട്ടു നിന്നു. ശ്രീനാഥ് നേരെ പറമ്പിലെ പാറക്കല്ലിൽ പോയി ആകാശം നോക്കിക്കിടന്നു. ഞാൻ എന്താ ഇനി ചെയ്യാം? എവിടുന്നാ ഇനി ഈ കുരുക്കിന്റെ കെട്ടുകൾ അഴിക്കുക? ഞാൻ പറഞ്ഞു തരാം. ശ്രീ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ആരാ? ഞാൻ പറഞ്ഞു തരാം. ആരാന്ന്? ശ്രീനാഥ് ചുറ്റും നോക്കി. എന്നെ കാണാൻ കഴിയില്ല. എന്നെ പറഞ്ഞാൽ മനസ്സിലാകും. വൈശാഖൻ. ശ്രീനാഥ് കൈകൊണ്ട് മുഖം തുടച്ചു. നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നതൊരു പത്മവ്യൂഹത്തിലാണ്. അകത്തേക്ക് നീ അറിയാതെ തന്നെ പെട്ടു. ചെന്നു പെട്ടതല്ല, പെടുത്തി. നീ ഇവിടെ എത്തേണ്ടത് ഞാനടക്കമുള്ള ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ മരിച്ച കുറച്ച് ആത്മാക്കളുടെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം? ശ്രീനാഥിന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾ ഇരയാക്കുന്നത് എന്നെ എന്റെ രാധികയുമാണ്. അറിയാം. കാലചക്രം തിരിക്കുന്നത് ഞങ്ങളല്ല കുട്ടിയെ. നിങ്ങളെപ്പോലെ ഞങ്ങളും കാലചക്രത്തിന്റെ ഭാഗമാണ്. നിങ്ങളെപ്പോലെ മറ്റൊരു ലോകത്ത് ഞങ്ങൾക്കും ജീവിതമുണ്ട്. അവിടേക്ക് ഞങ്ങൾ എത്താത്തതിനുള്ള കാരണം ഈ ഭൂമിയിലാണ്. അത് തീർക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകത്തേക്ക് പോകാനാവില്ല. സുഖവും ദുഃഖവും സ്നേഹവും ക്രോധവും കാമവും ഞങ്ങൾക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കണം. ശ്രീ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയാ. നീ എന്റെ രക്തമാ, മനക്കിലെ കുട്ടി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ തന്നെ. അതുകൊണ്ട് നിന്നെക്കൊണ്ട് തന്നെ എല്ലാം അവസാനിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. ആദ്യം മഹേന്ദ്രൻ. ഞാൻ നിന്നിലുള്ള പോലെ മഹേന്ദ്രനും ആരിലോ ഉണ്ട്. അതാരെന്ന് കണ്ടെത്തണം. മഹേന്ദ്രൻ നിന്റെ ഭാര്യയാണ് നീലിമയായി കണ്ടിരിക്കുന്നേ. മഹേന്ദ്രൻ നിന്റെ ഭാര്യയെ പ്രാപിച്ചാൽ മരണമുറപ്പാണ്. നിന്നിൽ ഞാനുള്ളതുകൊണ്ട് നീലിമ നിന്റെ ഭാര്യയെ ഇല്ലാതാക്കും. അവളുടെ വിരലിലുണ്ടായിരുന്ന മോതിരം നീ വലിച്ചെറിഞ്ഞതോടെ നിന്റെ ഭാര്യയിൽ നിന്ന് നീലിമ വേർപെട്ടുപോയി. അതോടുകൂടി നിന്നിലെ എന്റെ സാന്നിധ്യം നീലിമയ്ക്ക് നഷ്ടമായി. വൈശാഖൻ കുറെ കാര്യങ്ങൾ ശ്രീനാഥിന് പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു. ശ്രീനാഥ് കുറച്ചു നേരത്തിനു ശേഷം കുളത്തിന്റെ അടുത്തേക്ക് പോയി. ഗൗരി! ശ്രീനാഥ് വിളിച്ചു. ഗൗരി! ഞാനിവിടെ ഉണ്ട്. അറിയാം, അതാ വന്നത്. നീ ഇനി ഇവിടെ വേണ്ട. നിനക്ക് എന്റെ അടുത്തൊന്ന് പോകാം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് പോകും ഞാൻ? അതിനു മുൻപ് എനിക്കെന്റെ പകരം വീട്ടണം. രാധികയെ ഇല്ലാതാക്കണം. നടക്കില്ല ഗൗരി. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? ഇന്ന് അവളെ കത്തിയെരിയുന്ന തീക്ക് നടുവിൽ ഞാൻ നിർത്തിയില്ലേ? അതേപോലെ അവളെ കത്തിയരിച്ച് കൊല്ലാനും എനിക്ക് കഴിയും. പ്ലീസ്, ഞങ്ങൾ ജീവിച്ചോട്ടെ. അവളെ എനിക്ക് വേണം. ഗൗരി! ഗൗരി! ശ്രീനാഥ് ഉറക്കെ വിളിച്ചു. പക്ഷേ ഗൗരി വിളി കേട്ടില്ല. രാധിക എന്തെങ്കിലും ചെയ്താ പിന്നെ ശ്രീനാഥ് ഇല്ല. കൊണ്ടുപോകുമ്പോ എന്റെ ജീവനും കൂടി എടുക്കണം. ഇല്ലേ നീ ദുഃഖിക്കും. ശ്രീനാഥ് ഉറക്കെ പറഞ്ഞു. രാധു. കട്ടിലിൽ കിടന്നിരുന്ന രാധികയുടെ അടുത്തേക്ക് ശ്രീനാഥ് വന്നിരുന്നു. രാധു, എന്താ മിണ്ടാത്തേ? വേണ്ട, ഞാനൊന്നും മിണ്ടുന്നില്ല. ഇഷ്ടായില്ലെങ്കിലോ? പിണങ്ങിയോ? ആ, പിണങ്ങി. എന്തേ? എന്റെ അമ്മേ, കലിപ്പ്. എന്നാ ഈ കലിപ്പിന്റെ അളവ് എത്രയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശ്രീനാഥ് രാധികയുടെ ചുണ്ടുകളിൽ ചുണ്ടമർത്തി പിടിച്ചു. രാധിക ശ്രീനാഥിനെ തള്ളിമാറ്റി ശ്വാസമെടുത്തു. ഇപ്പോഴോ? ശ്രീനാഥ് രാധികയെ നോക്കി.
പോടുന്ന്. പോവാണ്. എവിടേക്ക്? വെള്ളിലംപാറയിലേക്ക്. അവിടെ നമ്മുടെ ബംഗ്ലാവുണ്ട്. അവിടേക്ക് നാളെ ഞാനും എന്റെ പെണ്ണും അരുണ, സച്ചി, ലച്ചുവും കുറച്ച് ദിവസം നമ്മൾ അവിടെ. സത്യം? രാധിക വിശ്വസിക്കാനാവാതെ ശ്രീയെ നോക്കി. സത്യം, നമ്മൾ പോകുന്നു. അതുകൊണ്ട് എന്റെ മോള് ഡ്രസ്സെല്ലാം എടുത്തു വെക്ക്. നിന്റെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തത് എന്തായാലും നന്നായി. ഇപ്പൊ എടുത്തു വയ്ക്കാം. രാധിക ഷെൽഫിൽ നിന്ന് ട്രോളി ബാഗ് എടുത്ത് കട്ടിലിൽ വെച്ചു. അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയായിരുന്നു. എല്ലാ സാരി വേണ്ടാട്ടോ, ട്രിപ്പാണ്. നീ ജീൻസൊക്കെ ഇടില്ലേ, അതൊക്കെ മതി. വേണേൽ 1-2 സാരി വെച്ചോ, രാത്രി ഉടുക്കാം. അതാണെങ്കി അധികം ബുദ്ധിമുട്ടില്ലല്ലോ. ശ്രീനാഥ് ചിരിച്ചു. പോ ശ്രീയേട്ടാ. രാധിക ചിരിച്ചുകൊണ്ട് ഡ്രസ്സെല്ലാം മടക്കി ബാഗിൽ വെക്കുകയായിരുന്നു. ശ്രീനാഥ് രാധികയെ നോക്കി. സന്തോഷത്തോടെ ഡ്രസ്സെടുത്തു വെക്കുന്ന രാധികയെ കണ്ടപ്പോൾ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ ട്രിപ്പ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ആകൂ രാധു. നീ എന്നോട് ക്ഷമിക്ക്. പക്ഷേ മരിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ചായിരിക്കും. എന്താ ശ്രീയേട്ടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, നിന്റെ സന്തോഷം നോക്കിയിരുന്നതാ. ഐ എം വെരി ഹാപ്പി. എന്താന്നറിയോ, ഞാനൊരു യാത്രയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ശ്രീയേട്ടൻ വന്നു പറഞ്ഞേ, ഞാൻ ഭാഗ്യവതിയാ, നിങ്ങളുടെ ഭാര്യയാവാൻ കഴിഞ്ഞില്ലേ. രാധിക ബാഗെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. രാധിക ശ്രീയുടെ അടുത്തു വന്നിരുന്നു. ഐ ലവ് യു ശ്രീയേട്ടാ. രാധിക ശ്രീയെ കെട്ടിപ്പിടിച്ചു. മനസ്സറിയുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതാ ഒരു പെണ്ണിന്റെ ഭാഗ്യം. ശ്രീനാഥ് മൂളി. ഉറങ്ങാൻ നമുക്ക്. നാളെ നേരത്തെ പോവണം. കിഴക്ക് സൂര്യൻ ഉദിച്ചു തുടങ്ങിയതേയുള്ളൂ. മനയ്ക്കൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീനാഥും രാധികയും അരുണും ലച്ചുവും സച്ചിയും വെള്ളിലംപാറയിലേക്ക് യാത്ര തിരിച്ചു. 2 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം അവർ വെള്ളിലംപാറയുടെ താഴ്വരയിലെത്തി. മുന്നോട്ടുള്ള വഴിയിൽ വലിയൊരു മരത്തടിയിൽ രാജകീയമായി കാളിയാർ പാലസ് എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. രാധിക പുറത്തേക്ക് നോക്കി. വാവ്! രാധിക കാറിലിരുന്ന് ചുറ്റും നോക്കി പറഞ്ഞു. ഏട്ടത്തി, ഇതിനു മേലെയാണ് നമ്മുടെ ബംഗ്ലാവ്, ലച്ചു പറഞ്ഞു. എന്തു വലിയ മരങ്ങളാ, അരുൺ പറഞ്ഞു. ആ, ബ്രോ ആദ്യായിട്ടാ വരുന്നല്ലേ. ഇവിടെയായിരുന്നു ഞങ്ങളുടെ വെക്കേഷനെല്ലാം, സച്ചി പറഞ്ഞു. തണുപ്പുണ്ടോ, രാധിക പറഞ്ഞു. കാർ മുകളിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടി വന്നു. ഡാ, ബാല എന്നാ വരുന്നേ? ശ്രീനാഥ് ചോദിച്ചു. അവള് നാളെ മോർണിംഗ്. ടൗണിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം. ബാലയുണ്ടോ? രാധികയും ലച്ചു ഒപ്പം ചോദിച്ചു. പിന്നെ ഇവരുടെ ബിഫോർ മാരേജ് ഹണിമൂണല്ലേ, അല്ലേടാ സച്ചി ആൻഡ് അരുൺ? ശ്രീനാഥ് മിററിലൂടെ നോക്കി ചിരിച്ചു. അതെന്താ അരുണിന്? രാധിക മനസ്സിലാകാതെ ചോദിച്ചു. എന്റെ പൊന്നു രാധു, നീ നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലേ? ഈ അരുണിനും ലച്ചുവിനും അസ്ഥയ്ക്ക് പിടിച്ച പ്രേമല്ലേ. ഞാൻ പോലും അറിഞ്ഞില്ല. ഇവൻ ബാംഗ്ലൂർ വരുന്നതിന് മുൻപ് മുംബൈയിലായിരുന്നല്ലോ. അവിടെ വെച്ച് തുടങ്ങിയതാ. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നേ ഇവളാണ് ഇവന്റെ പെണ്ണെന്ന്. അപ്പയോട് സംസാരിച്ചു. ഇവന്റെ വീട്ടിലും പ്രശ്നമൊന്നുമില്ല. അതെ, കല്യാണം ഉറപ്പിച്ചോന്ന് വെച്ച് നോ കുരുത്തക്കേട് കേട്ടോ. ഓ, നമുക്കും ഇന്ന മതില് ചാടി കുളിക്കടവിൽ പോയി പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ലേ, അരുൺ ചിരിച്ചു. ശ്രീനാഥ് മിററിലൂടെ അരുണിനെ നോക്കി ചിരിച്ചു. അപ്പൊ ഞാനാണ് പാവം, സച്ചി പറഞ്ഞു. അയ്യോ കുഞ്ഞ്. ശ്രീനാഥ് സച്ചിയെ കളിയാക്കി. പണ്ടുമുതലേ ഇവനിഷ്ടം ഇംഗ്ലീഷുകാരെയായിരുന്നു. ഇതിനിടയിൽ എങ്ങനെ ബാല വന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയൊരു ഗേറ്റ് തുറന്ന് കാർ വിസ്താരമുള്ളൊരു മുറ്റത്ത് വന്ന് നിന്നു. എല്ലാവരും പുറത്തിറങ്ങി. രാധികയും അരുണും ചുറ്റും തിരിഞ്ഞു നോക്കി. സംഭവം കളറായിട്ടുണ്ടല്ലോ, അരുൺ പറഞ്ഞു. ശ്രീകുഞ്ഞേ, ബംഗ്ലാവ് സൂക്ഷിപ്പുകാരൻ കുമാരൻ ഓടി വന്നു. വരൂന്ന് ഇന്നലെ സഹദേവൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. സുഖല്ലേ കുമാരേട്ടാ? ബാഗെല്ലാം ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കണം, ശ്രീനാഥ് ചുറ്റും നോക്കി പറഞ്ഞു. പിന്നെ കോട്ടേജിൽ ഗസ്റ്റ് ഉണ്ടോ? സച്ചി ചോദിച്ചു. ഉണ്ട് മോനെ, കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ബാഗെല്ലാം റൂമിലെത്തി. എല്ലാവരും എല്ലായിടവും നടന്നു കാണുകയായിരുന്നു. രാധിക വരാന്തയിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി നടക്കുകയായിരുന്നു. രാധിക ഒരു ചില്ലുവാതിൽ തുറന്ന്
വാതിക്കൽ നിന്ന് ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നോക്കി നിൽക്കുകയായിരുന്നു. രാധികയുടെ ഇടുപ്പിനെ 2 കൈകൾ ചുറ്റി വരിഞ്ഞു. ഹാപ്പി? വെരി ഹാപ്പി. എന്ത് രസാ ഇവിടെ. രാധിക ശ്രീയുടെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഇങ്ങനെ ഒരു നിമിഷം പോരെ ശ്രീയേട്ടാ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ ശ്രീയുടെ കൈകൾ അയഞ്ഞു. രാധിക ശ്രീയെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. എനിക്കറിയാം ശ്രീയേട്ടാ, എനിക്ക് ആയുസ് കുറവാണെന്ന്. ശ്രീയേട്ടൻ അരുൺ ചേട്ടനോടും സച്ചിയോടും പറയുന്നത് ഞാൻ കേട്ടു. ഗൗരി എന്നെ കൊല്ലുമല്ലേ? എന്റെ വീട്ടിലുള്ള ആരോ ആണ് ഗൗരിയെ കൊന്നത്. അതിന് എന്നെ കൊന്നു പക വീട്ടു അല്ലേ? അതിനു മുൻപ് എന്നെ സന്തോഷിപ്പിക്കാനാണ് ഈ യാത്രയെന്ന് എനിക്കറിയാം. അല്ലടാ. ശ്രീ രാധികയെ കെട്ടിപ്പിടിച്ചു. നിനക്ക് ആയുസ് കുറവാണെന്ന് ആരാ പറഞ്ഞേ? നിനക്കൊന്നും പറ്റില്ല. ഞാൻ ഇല്ലേ കൂടെ? എല്ലാറ്റിൽ നിന്നും നീ രക്ഷപ്പെട്ടില്ലേ? ഗൗരിയിൽ നിന്നും രക്ഷപ്പെടും. ഞാനുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ വിശ്വാസമില്ലേ നിനക്ക്? എനിക്ക് എന്റെ ഏട്ടനെ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോ നീ ധൈര്യത്തോടെ ഇരിക്ക്. നമ്മൾ ഇതിനെ അതിജീവിക്കും. ഹലോ. അരുണും സച്ചിയും ലച്ചുവും അവിടേക്ക് വന്നു. ശ്രീനാഥ് രാധികയെ വിട്ടുമാറി. കുറച്ചൊക്കെ സ്ഥലകാലബോധം വേണം മക്കളെ. അരുൺ ചിരിച്ചു. സംഗതി കല്യാണമൊക്കെ കഴിഞ്ഞവരൊക്കെ തന്നെ. ഇതൊക്കെ കാണുമ്പോ നമുക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടേ. രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. അല്ല, എന്താ പ്ലാൻ? ആദ്യം എവിടേക്കാ? ലച്ചു ചോദിച്ചു. പുറത്തുപോകലൊക്കെ ബാലകൂടി വന്നിട്ട് പോരെ? ഇപ്പൊ നമുക്ക് ഈ ബംഗ്ലാവിന് ചുറ്റും തന്നെ കാണാം, ശ്രീനാഥ് പറഞ്ഞു. അത് മതി, ബാലകൂടി വന്നോട്ടെ, രാധിക പറഞ്ഞു. എന്നാ നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും പിന്നാലെ പോരെ, ഞങ്ങൾ നടക്കട്ടെ. സച്ചിയും അരുണും ലച്ചുവും മുന്നേ നടന്നു. വാ, നമുക്ക് നടക്കാം. വെറുതെ ആ ചെക്കന്മാരുടെ ചോരത്തിളപ്പ് കൂട്ടണ്ട. ശ്രീനാഥ് രാധികയെ ചേർത്തുപിടിച്ച് നടന്നു. നടക്കുന്നതിനിടയിൽ അരുൺ ലച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. പേടിയാവുന്ന അരുണേട്ട എനിക്ക്. ഗൗരി ചേച്ചി ഏട്ടത്തെ ഉപദ്രവിക്കോ? ഇല്ലെന്ന് കരുതാൻ നമുക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമോ ശ്രീയേട്ടാ? ഇപ്പോ സീസണല്ലല്ലോ, ആണെങ്കിൽ നല്ല തിരക്കാവും. നമ്മുടെ ബംഗ്ലാവ് പോലും തുറന്നു കൊടുക്കും. ഇപ്പൊ തിരക്കില്ല, കോട്ടേജിൽ മാത്രമേ ആളുകളുള്ളൂ. അവിടെവിടെയായി കുറച്ച് സഞ്ചാരികൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ശ്രീയും രാധികയും എല്ലാം നോക്കി നിൽക്കുന്നതിനിടയിലാണ് ആരോ വന്ന് ശ്രീയുടെ മേലെ ഇടിച്ചോടിയത്. ശ്രീ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ കുട്ടി ശ്രീയെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ഗൗരി, ശ്രീ മെല്ലെ പറഞ്ഞു. അവളുടെ ചിരി പരിഹാസമായി മാറി. ശ്രീയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. രാധിക ശ്രീയെ നോക്കി. എന്താ രാധു? ഒന്നുമില്ല ശ്രീയേട്ടാ, നമുക്ക് നടക്കാം, രാധിക പറഞ്ഞു. ഏതു നേരം വേണമെങ്കിലും എന്ത് നടക്കാമെന്നുള്ളൊരു ഭയം ശ്രീയുടേതുപോലെ രാധികയുടെ മനസ്സിലുണ്ടായിരുന്നു. കുട്ടൻസ്, ഏട്ടത്തിമാരോട് ഒന്ന് ചേർന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ. സച്ചി അവന്റെ DSLR എടുത്തു. ശ്രീ രാധികയെ ചേർത്തു പിടിച്ചു. ഏട്ടത്തി, ഒന്ന് ചിരിക്ക് ബ്രോ, സച്ചി പറഞ്ഞു. കിടിലൻ, നിങ്ങൾ നല്ല മാച്ചാണ് കേട്ടോ. സച്ചി ക്യാമറയുമായി ശ്രീയുടെ അടുത്തേക്ക് വന്നു. നോക്കട്ടെ, രാധിക പറഞ്ഞു. ശ്രീ ക്യാമറ വാങ്ങി നോക്കി. ശ്രീയുടെ മുഖം മാറി. ഫോട്ടോയിൽ രാധികയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരി. നന്നായിട്ടുണ്ട്, രാധിക പറഞ്ഞു. ഇവൾക്കിതിൽ ഗൗരിയെ കാണാനില്ല, എനിക്ക് മാത്രം. ശ്രീനാഥ് ചുറ്റും നോക്കിയപ്പോൾ ഗാർഡനിൽ നിന്ന് ശ്രീയെ നോക്കി ചിരിക്കുന്ന ഗൗരിയെ ശ്രീനാഥ് കണ്ടു. കുറെ നേരം ബംഗ്ലാവിന് ചുറ്റും നടന്ന് എല്ലാവരും കോട്ടേജ് ഉള്ളിടത്തേക്ക് പോയി. കോട്ടേജിനടുത്തുള്ള കുന്നിന്റെ മേലേക്ക് എല്ലാവരും പോയി. സൂക്ഷിച്ച രാധു, ശ്രീനാഥ് രാധികയുടെ കൈപിടിച്ച് കയറ്റി. ബ്യൂട്ടിഫുൾ, രാധിക പറഞ്ഞു. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആരെങ്കിലും പറയോ? കുന്നിന്റെ മുകളിൽ കയറിയപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങൾ കണ്ട് രാധിക അമ്പരന്നു. സച്ചി കുറെ ഫോട്ടോസ് എടുത്തു. കൂടുതലും രാധികയുടെയും ശ്രീയുടെയും ഓഫ് ഷോട്ടായിരുന്നു. രാധികയെ കാണുമ്പോൾ സച്ചിയുടെ ഉള്ളു നീറി. ഇനി ഏട്ടത്തെയും ലച്ചു നിൽക്ക്. ലച്ചു, ആ മരത്തിന്റെ ചൂട്ടിൽ നിൽക്ക്, അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. ലച്ചുവും രാധികയും മരത്തിനടുത്തേക്ക് നിന്നു. രാധു, ലച്ചു, സൂക്ഷിച്ച്, പിന്നിൽ ആഴമുള്ള കൊക്കയാണ്, കുറച്ച് മുന്നിലോട്ട് കയറി നിൽക്ക്, ശ്രീനാഥ് പറഞ്ഞു. ശ്രീനാഥ് നോക്കുമ്പോഴാണ് രാധികയുടെ അടുത്തേക്ക് വരുന്ന ഗൗരിയെ കണ്ടത്.